ഹേയ്, എന്താ ഇത്? അർജന്റായിട്ട് വരാൻ പറഞ്ഞിട്ട് നീ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നാലും എങ്ങനാ? സൈലന്റ് ഒന്നുമല്ല, സീരിയസ് ഇത്. ഈ സീരിയസ് എന്നുള്ള വാക്ക് നിനക്ക് സെറ്റ് ആവില്ലടി. പ്ലീസ് സാഗർ, ഐ എം വെരി സീരിയസ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഓ ഓക്കെ, ചിൽഡ്. വാട്ട്സ് എ പ്രോബ്ലം? എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നിനക്ക് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും വരില്ലല്ലോ? മിസ്സസ് ആകാൻ പോകുന്നവളുമായിട്ട് എങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വരുന്നേ? എന്താ നീ പറ. അത് തന്നെ നമ്മുടെ കല്യാണ കാര്യമാണ് സാഗർ. വീട്ടുകാരൊക്കെ ചേർന്ന് നമ്മുടെ കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കാന്ന് അറിയാലോ. പക്ഷെ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അത് എന്തൊക്കെയോ വേണമെന്ന് പറയാറുണ്ടല്ലോ. എന്ന് വെച്ചാ? എനിക്കത് നിന്നോട് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നില്ല സാഗർ. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? സത്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലേ ഇല്ല. അതെയോ? വീട്ടുകാരെല്ലാരും കൂടി ചേർന്ന് നമ്മുടെ മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്കാണെങ്കിൽ അങ്ങനെ ഒരു ഫീലും ഇല്ല. എങ്ങനെ അവര് പറഞ്ഞ് മനസ്സിലാക്കും? ശരിയാണല്ലോ. ഇപ്പൊ എന്താ ചെയ്യുന്നത് നമ്മള്? അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ഉണ്ട്. എന്താ? കുട്ടിക്കാലം മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടല്ലേ നടന്നേ, ഇനി ലവേഴ്സ് ആയിട്ടൊന്ന് ട്രൈ ചെയ്താലെന്താ? കറക്റ്റ്. അപ്പോഴെങ്കിലും ഫീൽ വരുന്നുണ്ടോ നോക്കല്ലേ? എന്നാ സമയം കളയണ്ട, വാ കെട്ടിപ്പിടിച്ചോ. യെസ്. സാഗർ, എന്തൊക്കെ ചെയ്തിട്ട് ആ ഫീൽ എനിക്ക് വരുന്നില്ലല്ലോ. ഇപ്പോഴിങ്ങനെ ബോറടിക്കുമ്പോ അയ്യോ ലൈഫ് ലോങ് എങ്ങനെ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന? എനിക്കെന്തോ എന്റെ മനസ്സില് നമ്മൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് ജീവിക്കാൻ സാധ്യതയില്ലെന്നാ തോന്നുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യാ? നമ്മുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് വീട്ടുകാർ ഒറ്റക്കാലി നിൽക്കുമല്ലേ. ഇതിന് എങ്ങനെയൊന്ന് രക്ഷപ്പെടുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഈ വിഷയം നിന്റെ അച്ഛനോടും അമ്മയോടൊന്നും പറഞ്ഞാ പോരെ? ഞാൻ പറയണോ? താലിയും മാലയും വെച്ചിട്ട് ഇപ്പൊ തന്നെ കെട്ടിക്കുമെന്ന് പറഞ്ഞ് നിൽക്കും എല്ലാരും. ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് സെക്കൻഡ് ഡേ തന്നെ ഒരു കുഞ്ഞ് വേണമെന്നുള്ള വാശിയിൽ നിൽക്കും അവര്. ഈ സമയത്ത് ഞാനെങ്ങനെ ഈ കാര്യം പറഞ്ഞാലുണ്ടല്ലോ, ഗ്രൈൻഡറിൽ വെച്ച് എന്നെ അരച്ചെടുക്കും എല്ലാരും. പ്ലീസ് പ്ലീസ് പ്ലീസ്, നീ തന്നെ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ചിതൊന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ നോക്ക്. പിന്നീട് നമ്മുടെ മൂഡ് മാറി അരക്കൈ നോക്കാം. എന്താ പറയുന്നു നീ? ഈ പെണ്ണുങ്ങളുടെ മനസ്സ് ഭയങ്കര കേട്ടോ. അടിപൊളിയായിട്ടിരിക്കണേ അങ്ങ് മുന്നോട്ട് വരും, ഇല്ലെങ്കിൽ പുറകോട്ട് പോകും. പിസയും ബർഗറും തിന്നുന്നത് നിങ്ങള്, കാശ് കൊടുക്കുന്നത് ഞങ്ങളും. പാവം ആണുങ്ങളല്ലേ ഇതിനകത്ത് കുടുങ്ങുന്നത്. എന്തായാലും കൊള്ളാം. ഇപ്പൊ എന്താ, ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരണം, അത്രയല്ലേ ഉള്ളൂ. Hi Jenny. Hi Sagar, how are you? I am extremely tensioned dude. Why man? What happened? ഞാനൊരു വലിയ പ്രോബ്ലത്തിൽ കുടുങ്ങിയിരിക്കാന്ന്. എന്ത് പ്രോബ്ലം? ഞങ്ങളുടെ വീട്ടില് പ്രിയങ്കയ്ക്കും എനിക്കും കല്യാണം ഉറപ്പിച്ചിരിക്കുക. ഞങ്ങൾക്കാണെങ്കിൽ രണ്ടുപേർക്കും ഇഷ്ടമല്ലിത്. ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലടി. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു നീ. ഞാനൊരാളെ പ്രേമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? എക്സ്ക്യൂസ് മീ, എന്റെ എഡ്യൂക്കേഷൻ മുഴുവനും ഓസ്ട്രേലിയയിലായിരുന്നു. ഇവിടെ ഞാൻ ഒരാളെ പ്രേമിച്ചു എന്ന് പറഞ്ഞ വീട്ടുകാർ വിശ്വസിക്കണ്ടേ? അതും ശരി തന്നെയാ. ഓക്കെ, എന്നെ പ്രേമിക്കുന്നു എന്ന് നീ പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കടാ. ചെരുപ്പ് വെച്ച് അടിക്കും എന്നെ. ഓൾറെഡി നിന്നെ എന്റെ വീട്ടുകാർക്ക് അറിഞ്ഞു റെഡി. പിന്നെ നിന്റെ വിദേശിയായിട്ടുള്ള പ്രണയം അറിയാലോ. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, കാണാൻ ക്യൂട്ടായിട്ട് അടിപൊളിയായിരിക്കും. കാജൽ എന്ന പേര്. അവളും ഓസ്ട്രേലിയ സിറ്റിസൺ ആണ്. സോ അവള് ഇന്ത്യയിലേക്ക് വരാൻ ഒരു ചാൻസും ഇല്ല. അവളുടെ ഫോട്ടോ ഞാൻ നിനക്ക് മെയിൽ ചെയ്തു തരാം. അവള് നിന്റെ ലവറാന്ന് അങ്ങ് പറഞ്ഞേക്കും മോനെ. ബൈ ബൈ. കാജലിന്റെ ഫോട്ടോസ് check your mail immediately. ഇതാരുടെ ഫോട്ടോ?
സത്യം പറയടാ, ഈ ഫോട്ടോയിലുള്ള ആരാ? എന്റെ ലവർ. പതുക്കെ പറയടാ, ആരുടെയെങ്കിലും ചെവി കേട്ടാനുണ്ടല്ലോ. മാത്രല്ല പ്രിയങ്ക എങ്ങനെ ഇത് അറിഞ്ഞാ നിന്നെ ഫ്രൈ ചെയ്ത് കഴിക്കേ. അവൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തേ. അപ്പൊ അവൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല? അവൾക്ക് മാത്രമല്ല, എനിക്കും തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇത് ഡിസൈഡ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഇത് ഒഴിവാക്കി വിടാൻ വേണ്ടി ഇങ്ങനെ ഒരു ചുറ്റിക്കളി സ്റ്റാർട്ട് ചെയ്തത്. ദിസ് ഈസ് നോട്ട് മാച്ച് മേക്കിംഗ്, ദിസ് ഈസ് മാച്ച് ഫിക്സിംഗ്. അതിരിക്കട്ടെ, ഈ വീട്ടിലെ ആളുകളെ നീ എങ്ങനെ കൺവിൻസ് ചെയ്യും? വെയിറ്റ് ആൻഡ് വാച്ച് അമ്മാവ, വെയിറ്റ് ആൻഡ് വാച്ച്. ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടുന്ന ആലോചിച്ച് ടെൻഷനിലിരിക്കുമ്പോഴാ നീ കൂളായിട്ട് എന്നെ ജോഗിങ്ങിന് വിളിച്ചു വരുത്തിയത്. എൻഗേജ്മെന്റ് ഡേറ്റ് വരെ ഫിക്സ് ചെയ്തു, അറിയാമോ? ഓ അറിയാം, എൻഗേജ്മെന്റും അറിയാം, മാനേജ് ചെയ്യാൻ പോകുന്നതും അറിയാം. എന്തോ നീ കമ്മിറ്റഡ് ആയ ലക്ഷണം ഉണ്ടല്ലോ. നോ കമ്മിറ്റ്മെന്റ്, ഓൺലി അറേഞ്ച്മെന്റ്. നീ വെറുതെ ടെൻഷൻ ആവണ്ട കേട്ടോ, കാജൽ അതെല്ലാം അറേഞ്ച് ചെയ്തോളൂ. കാജലോ? അവളേതാ? ലവർ, മൈ ലവർ. ലവർ ആണെന്നോ? മൈ ഡ്രീം ഗേൾ, മൈ സ്വീറ്റ് ഗേൾ, മൈ സൂപ്പർ ഗേൾ, മൈ സ്പൈഡർ ഗേൾ. അവള് വരും, എന്റെ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യും മോളെ. ഹേ റിലാക്സ്, വെയിറ്റ് ആൻഡ് വാച്ച്. തുझे देखा तो ये जाना सा. കാജൽ ഒന്നങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ. വരുന്നുണ്ട്. സാഗർ, സാഗർ. യെസ് ഡാഡ്. ഇതാരാണ്? ചോദിച്ച കേട്ടില്ലേ ആരാന്ന്? ഡാഡി, അത് ആരാ ഇവളെന്ന് പറ. എന്റെ ലവറാണ് ഡാഡി. വാട്ട്? ലവറോ? അതെ അമ്മാവ, കാജൽ എന്നാ പേര്. ഞാൻ ഓസ്ട്രേലിയയിലുള്ളപ്പോഴാ ഇവളെ ഞാൻ സ്നേഹിച്ചത്. അത് വന്നപ്പോഴേ ഞാൻ പറയണമെന്ന് ഓർത്ത ഈ കാര്യം, എന്നാ അവസരം കിട്ടിയില്ല. ഇപ്പൊ പറയേണ്ട സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് ഞാനിപ്പോ പറയുന്നത്. എന്താ സംസാരിക്കുന്ന അറിഞ്ഞിട്ട് തന്നെയാണോ? 20 വർഷമായിട്ട് ഇവള് കാത്തിരിക്കുക. ഏതോ ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചിട്ട് പ്രേമമാണെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക. നീ ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ ചെയ്തേ? എന്താ ഡാഡി ഇത്? ചോദിച്ചിട്ടൊക്കെ ചെയ്യാൻ ലവ് എന്താ ബിസിനസ് ആണോ? കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞാൻ പ്രേമിച്ചു. തെറ്റാത്? ഫോറിനിൽ പോയി 4 അക്ഷരം പഠിച്ച ഉടനെ ഫോറിൻ പെണ്ണിനോട് പ്രേമം. എന്റെ മകൾ ഈ വീട്ടിലെ മരുമകളാകുമെന്നുള്ള വിശ്വാസത്തിൽ പകലും രാത്രിയില്ലാതെ ഈ വീടിനും ഫാമിലിക്കും വേണ്ടി കഷ്ടപ്പെടുക. എന്റെ കയ്യിൽ എന്താ പണമില്ലേ, സ്വത്തില്ലേ, മര്യാദയില്ലേ? 3 തലമുറ ഇരുന്ന് കഴിക്കാനുള്ള സ്വത്ത് എന്റെ കയ്യിലുണ്ട്. നീ ഇങ്ങോട്ട് നോക്ക്. നമ്മുടെ മോൾ ഈ വീട്ടിലെ മരുമകളാകാത്തപ്പോ നമുക്കെന്താ ഇവിടെ ജോലി? നമുക്ക് പോയേക്കാം. ഇന്നു മുതൽ ഈ വീടും ഞങ്ങളും തമ്മിലുള്ള ബന്ധം തീർന്നു. എന്താ അങ്കിൾ ഇതൊക്കെ? ഇത്രയും ചെറിയൊരു വിഷയത്തിന് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൻ പ്രിയങ്കയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ നമ്മുടെ ബന്ധം മുറിഞ്ഞു പോവോ? ഇവിടെ ഇരിക്കാൻ വേണ്ടി വേറെന്താടാ ഉള്ളത്? എന്റെ ഒരേ ഒരു മോളാണ് എനിക്കെല്ലാം. അവളുടെ ജീവിതമേ കുട്ടിച്ചോറായപ്പോ ഇവരുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ എന്തെടുക്കാനാ? ഏയ് വാടി പോകാം. അയ്യോ അമ്മേ, അമ്മയെങ്കിലും ഒന്ന് പറയൂ. എന്താ ചെയ്യാ? നിക്കമ്മാവാ. അമ്മായി, അമ്മായി, ദയവേത് ഈ വീട്ടിൽ നിങ്ങൾ ഇറങ്ങിപ്പോരുത്. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഒരുപാട് സ്നേഹത്തോടെ കഴിഞ്ഞ ഈ ഫാമിലി വെറും ശവപ്പറമ്പായി മാറും. നിങ്ങളുടെയൊക്കെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതല്ല അമ്മാവാ ഇത്. ഞാൻ കാരണം ഈ കുടുംബം തകരാൻ വേണ്ടി എന്റെ മനസ്സുകൊണ്ട് ഞാൻ അനുവദിക്കില്ല. ഞാൻ ആ കുട്ടിയെ മനസ്സുകൊണ്ട് വെറുക്കാം. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി പ്രിയങ്കയുടെ കഴുത്തിൽ താലികെട്ടാം. ദയവേത് നിങ്ങൾ രണ്ടുപേരും ഈ വീട് വിട്ട് ഇറങ്ങിപ്പോരുത്. പ്ലീസ് അമ്മാവാ, സോറി, ഐ ആം സോറി. പ്ലീസ് അമ്മായി, ഇവിടെ നിന്ന് പോവരുത്. കരയില്ലടാ. നീ കരഞ്ഞാൽ എന്നെ കൊണ്ട് താങ്ങാനാവില്ല മോനെ, താങ്ങാനാവില്ല. എന്തൊരു ആക്ടിങ്! രക്ഷപ്പെട്ടു. ഒരു കാര്യം പറയാം, സാഗറും പ്രിയങ്കയും നമ്മുടെ 2 കണ്ണുകൾ പോലെയാ. ആരുടെ കണ്ണീന്ന് കണ്ണുനീര് വന്നാലും വേദനിക്കുന്നത് നമുക്കല്ലേ.
മുന്നോട്ടുള്ള ജീവിതം അവരല്ലേ ഇനി നോക്കേണ്ടത് മക്കളെ. ഇനി ഈ സാഗർ പ്രേമിച്ച പെണ്ണിനെ കൊണ്ട് തന്നെ അവനെ കെട്ടിക്ക. അതുപോലെ തന്നെ പ്രിയങ്കയ്ക്ക് ഇഷ്ടപ്പെട്ട ആ ചെറുക്കനെ കൂട്ടിക്കൊണ്ട് വന്ന് തന്നെ നമുക്ക് കല്യാണം കഴിപ്പിക്കണം. അമ്മ പറഞ്ഞ പോലെ പ്രിയയ്ക്ക് മറ്റൊരാളെ ആലോചിക്കുന്നതാ നല്ലത്. ഇവന് ഇവളെ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം. അതേ മുഹൂർത്തത്തിൽ എൻഗേജ്മെന്റ്. എടാ, ആ പെണ്ണിന്റെ ഫോൺ നമ്പർ ഇതാ, ഇപ്പൊ തന്നെ സംസാരിക്കാം. ഫോൺ നമ്പർ അത് ഡാഡ്. എന്താടാ, ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് അറിയില്ലേ? ഈ പ്രേമിക്കുന്നവന്മാരുടെ തലയിലെഴുത്ത് ഇതാ, ഒന്നും പറയാതെ അങ്ങ് പ്രേമിക്കും. അവരും ആകെ ടെൻഷനാവും, വീട്ടിൽ ഉള്ളവരെയും ടെൻഷനാക്കും. അതായത് പ്രേമിക്കാൻ വേണ്ടി പെണ്ണിന്റെ നമ്പർ മേടിച്ചാൽ മതി. അച്ഛന്റെ അമ്മയുടെ നമ്പർ മേടിച്ചിട്ട് മോളെ തിയേറ്ററിലേക്ക് പാർക്കിലേക്ക് എന്നൊക്കെ പറയുന്നത് ശരിയായ കാര്യമാണോ? ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോ ഞാൻ നിങ്ങളെയൊക്കെ എന്താ പറയേണ്ടത്? അതിനൊന്നും ആവശ്യമില്ല മോനെ. അവളുടെ നമ്പറിങ് ഇതാ, നമുക്ക് അവളോട് സംസാരിക്കാം. വേണ്ട വേണ്ട, ഞാൻ സംസാരിക്കാം. പുലിവാല് പിടിച്ച കേസായല്ലോ ഇത്. എന്താ ചെയ്യുന്നത്? ഹലോ, ഹലോ. who is that? ഹേയ് കാജൽ, ഹൗ ആർ യു? കജൽ, what? എന്റെ വീട്ടില് നമ്മുടെ പ്രേമത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ. എല്ലാവർക്കും വലിയ ഇഷ്ടമായി, സന്തോഷമായില്ലേ നിനക്ക്? ശരി, നിന്റെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗം നാട്ടിലേക്ക് വരാൻ നോക്ക്. 25th എൻഗേജ്മെന്റ്. What are you talking? Idiot. Stupid. ഓ. Cancel. Vamp. ഓ അങ്ങനെയാണോ? ഓക്കെ സെയിം ടു യു. ബൈ.